ബഹുമാന്യ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മിത്ര അവാർഡ് ദാന ചടങ്ങിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി ഉപഭോക്തൃ മേഖലയിൽ ഇന്ത്യയിലുടനീളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ സംഘടനയാണ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ആൾ മിസ്റ്റർ ജോർജ് തോമസ്, സംഘടനയുടെ ദേശീയ ട്രഷററാണ്. വലതുഭാഗത്തിരിക്കുന്നത് സംഘടനയുടെ ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ. നെക്സ്റ്റ്, സംഘടനയുടെ വനിതാ ചെയർപേഴ്സൺ ശ്രീമതി ഉഷ രാമചന്ദ്രൻ. നെക്സ്റ്റ്, സംഘടനയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ VM വർഗീസ്. എൻ്റെ VA വർഗീസ്. എൻ്റെ പേര് നന്ദകുമാർ. ഞാൻ സംഘടനയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയാണ്. ഇന്നത്തെ ഈ പരിപാടികളുടെ വിശദാംശങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുന്നതിനായി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വർഷം തോറും നടത്തിവരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടത്തുന്ന ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടിയും മിത്ര അവാർഡ് ദാന പരിപാടിയും സംബന്ധിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ജൂലൈ 19 രാവിലെ 10 എറണാകുളം ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് എല്ലാ വർഷവും ഈ അംഗത്വ പ്രചാരണത്തിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് എല്ലാ വർഷവും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മിത്ര അവാർഡുകൾ എന്ന് വളരെ ഫേമസ് ആയ വളരെ പ്രശസ്തമായ അവാർഡുകൾ നൽകുന്നത്. മിത്ര അവാർഡുകൾ 3 തലത്തിലായിട്ടാണ് നൽകുന്നത്. ഒന്ന് ദേശീയ തലത്തിൽ, മറ്റൊന്ന് സംസ്ഥാന തലത്തിൽ, മറ്റൊന്ന് ജില്ലാ തലത്തിൽ. ഇത്തവണ നമ്മൾ ദേശീയ തലത്തിലുള്ള രാഷ്ട്രമിത്ര അവാർഡ് നമ്മൾ നൽകുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനാണ്. സെബാസ്റ്റ്യൻ പോളിനെ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രശസ്ത അഭിഭാഷകനും രാഷ്ട്രീയ ചിന്തകനും നിയമ പണ്ഡിതനുമായിട്ടുള്ള അതിപ്രശസ്തനായ വ്യക്തിയാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, മുൻ MP ആണ്. അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ രാഷ്ട്രമിത്ര അവാർഡ് നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ സംസ്ഥാനതല ദേശമിത്ര അവാർഡുകളാണ്. ഇതാണ് 2 സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒന്ന് കേരളത്തിൽ നിന്ന്, മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് പ്രശസ്ത ഉപഭോക്തൃ മനുഷ്യാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് R രാജു ആണ് അതിനർഹനായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാനതല ദേശമിത്ര അവാർഡിന്. നമ്മുടെ കേരളത്തിൽ നിന്ന് സംസ്ഥാനതല ദേശമിത്ര അവാർഡിന് അർഹമായിട്ടുള്ളത് രതീഷ് വരവൂർ എന്ന് പറയുന്ന അതിപ്രശസ്തനായ മദ്യം മയക്കുമരുന്നിനെതിരെ ഏകാംഗ നാടകം നടത്തി പ്രശസ്തനായ വ്യക്തിയാണ്. അതുപോലെ തന്നെ 1000-ലധികം വേദികളിൽ അദ്ദേഹം പരിപാടികൾ നടത്തി, മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും പരിപാടികൾ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രതീഷ് വരവൂർ. അദ്ദേഹത്തിനാണ് കേരള സംസ്ഥാനതല ദേശമിത്ര അവാർഡ് നൽകുന്നത്.
പിന്നെ നമ്മൾ മാന്യമിത്രം അവാർഡ് ജില്ലാ തലത്തിലാണ് നൽകുന്നത്. 3 ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ബിന്ദു KP എന്ന് പറഞ്ഞ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന വനിതയ്ക്കാണ് നമ്മൾ മാന്യമിത്രം കൊടുക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മികച്ച സാമൂഹ്യ പ്രവർത്തക എന്ന അവാർഡ് അവർക്ക് 2022 ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സിറ്റി ആംഡ് റിസർവ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗം സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ബിന്ദു KP എന്ന് പറയുന്നവർ. അപ്പോൾ അവർക്കാണ് നമ്മൾ തൃശ്ശൂർ ജില്ലാതലത്തിലുള്ള മാന്യമിത്രം അവാർഡ് നൽകുന്നത്. പിന്നെ ആന്റണി M. ജോൺ ആലപ്പുഴ റെഡ് ക്രോസ് സംഘടനാ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ഹോം ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ആന്റണി M. ജോൺ. ആന്റണി M. ജോണിൻ്റെ ഹോം ലൈബ്രറിയെ സംബന്ധിച്ച് എല്ലാ പത്രങ്ങളും വളരെ വിശദീകരിച്ച് കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. എല്ലാവർക്കും സൗജന്യമായിട്ട് വായിക്കാൻ പുസ്തകം കൊടുക്കുന്നു. ഈ പുസ്തകം തിരികെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ അത്രമാത്രം മഹാമനസ്കരോടുകൂടി നടത്തുന്ന ഒരു ഹോം ലൈബ്രറിയാണ് അദ്ദേഹം നടത്തുന്നത്. ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അനേകം ആളുകൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്തു വരുന്ന ആന്റണി M. ജോണിനാണ് ആലപ്പുഴ ജില്ലാ മാന്യമിത്രം അവാർഡ് നൽകുന്നത്. പിന്നെ നമ്മൾ അതുപോലെ ഈ ആന്റണി M. ജോൺ വളരെ പ്രശസ്തനായത് പ്രളയകാലത്ത് 12 ലക്ഷം പേർക്ക് 12 ലക്ഷം രൂപയുടെ സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു എന്ന വലിയ മഹത്തായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് അനേകം അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എറണാകുളം ജില്ലാതല മാന്യമിത്രം നൽകുന്നത് VT ജോബിനാണ്. VT ജോബും ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തകനാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ അംഗമാണ്. അനേകം പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകനാണ് VT ജോബ്. അദ്ദേഹത്തിനാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ്റെ മാന്യമിത്രം അവാർഡ് ഇത്തവണ നൽകുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠനാണ്. ഒപ്പം തന്നെ അതിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രൊഫസർ ഗായത്രി വിജയലക്ഷ്മി അതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവർ എഞ്ചിനീയറാണ്. ഒപ്പം തന്നെ വലിയൊരു ഡാൻസറാണ്. അവർ റിട്ടയർ ചെയ്തതിന് ശേഷം എഞ്ചിനീയർ പ്രവൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും ഡാൻസ് രംഗത്തേക്ക് വന്നു. അങ്ങനെ പ്രശസ്തമായ മോഹിനിയാട്ടവും ഭരതനാട്യവും നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിലൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാർത്ത വന്നിട്ടുള്ളതാണ്. അവരാണ് ഇതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഇതോടനുബന്ധിച്ച് നമ്മൾ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. പ്രഭാഷണ പരിപാടിയുണ്ട്, ചർച്ചയുണ്ട്. ഇങ്ങനെ മഹത്തായ ഒരു പരിപാടിയാണ് ജൂലൈ 19-ാം തീയതി നമ്മൾ എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കി പറയാനുള്ള. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തെങ്കിലും ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളതിൽ നമ്മൾ ഇതിനു മുമ്പ് മിത്ര അവാർഡുകൾ കൊടുത്ത പ്രശസ്തരായ കുറേ ആളുകളുടെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മിത്ര അവാർഡ് കൊടുത്തത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ D. പങ്കജാക്ഷക്കുറുപ്പിനാണ്. പിന്നെ സുകുമാർ അഴീക്കോട്, K. സച്ചിദാനന്ദൻ, പ്രൊഫസർ MK സാനു, G. സുധാകരൻ, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, P. ഗോപിനാഥൻ നായർ, ഡോക്ടർ തോളൂർ ശശിധരൻ, മോഹൻദാസ് പാറപ്പുറത്ത്, IM വേലായുധൻ, KK രാഹുലൻ, മിനി മുരിങ്ങത്തേരി എന്നിവർ ഇതിനു മുമ്പ് മിത്ര അവാർഡുകൾ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളുടെ പേരാണ് കൊടുത്തത്. അതിൽ ചിലർ രാഷ്ട്രമിത്ര അവാർഡ് ലഭിച്ചവരുണ്ട്, ചിലർ അതിൽ ദേശമിത്ര അവാർഡ് ലഭിച്ചവരുണ്ട്, ചിലർ മാന്യമിത്രം അവാർഡ് ലഭിച്ചവരുണ്ട്.
അങ്ങനെ 3 തലത്തിലും അവാർഡ് ലഭിച്ച കുറച്ച് പേരുടെ പേരാണ് ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഇത് നമ്മൾ വലിയൊരു ബഹുമതിയായിട്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് പ്രൈസ് അല്ല, ഇത് പ്രശസ്തി ഫലകവും ഒപ്പം തന്നെ ഒരു സാക്ഷ്യപത്രവുമാണ് നൽകുന്നത്. വലിയ അവാർഡുകൾക്കൊന്നും ക്യാഷ് കൊടുക്കാറില്ല. ഇപ്പോൾ നമ്മൾ പത്മശ്രീ അവാർഡ്, പത്മവിഭൂഷൺ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്, അതിനൊന്നും ക്യാഷ് ഇല്ല. ക്യാഷ് കൊടുക്കുന്നതൊക്കെ അതിലൊക്കെ താഴെയുള്ള അവാർഡുകളായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ക്യാഷിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അതിൻ്റെ ബഹുമതി എന്നുള്ള രീതിയിലാണ്. നമ്മൾ വലിയൊരു അംഗീകാരമാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പലരും പത്മശ്രീ നിരസിച്ചവർ, പത്മവിഭൂഷൺ നിരസിച്ചവർ, ഇതിൻ്റെ രാഷ്ട്രമിത്ര അവാർഡ് സ്വീകരിച്ച ആളുകൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫോർ എക്സാമ്പിൾ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ അവാർഡ് നിരസിച്ചു. അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രമിത്ര കൊടുത്തത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ അവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ക്യാഷ് അല്ല ഇമ്പോർട്ടൻസ്. ഒരുപാട് തട്ടിപ്പ് സ്ഥിരമായി ഉപഭോക്തൃ രംഗത്ത് വലിയ ചൂഷണങ്ങൾ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കുറച്ചെങ്കിലും ഉള്ളത് കേരളത്തിലാണ് ഒരു കൺസ്യൂമർ അവയർനെസ് ജനങ്ങൾക്കുള്ളത്. പുറത്തേക്ക് കിടന്നാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കിടന്ന്, ഞങ്ങൾ ഒരുപാട് സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്, അവിടെ പോയാൽ അറിയാൻ പറ്റും, അവിടെ കൺസ്യൂമർ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ചും ഈ കൺസ്യൂമർ ആക്ടിനെ സംബന്ധിച്ചോ ഒന്നും അവർക്ക് വലിയ ഒരു ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒഫീഷ്യൽസിന് എന്ന് പറഞ്ഞാൽ അതും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾക്ക് അറിയാമെന്നല്ലാതെ കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഒന്നും പുറത്തില്ല. വ്യാപകമായ തട്ടിപ്പാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചൊക്കെ അതിന് ഒരു അറുതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമുണ്ട്. കാരണം ഇവിടെ സജീവമായി ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മാത്രമല്ല ഈ മേഖലയിലുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായി പ്രവർത്തിക്കുന്ന 38 സംഘടനകളാണ് സർക്കാരിന്റെ അംഗീകൃതമായി അവരുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള 38 സംഘടനകളാണ്. അതിൽ 3 അഖിലേന്ത്യാ സംഘടനകളും ബാക്കിയുള്ള സംസ്ഥാന, ജില്ലാ, ലോക്കലായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുമാണ് ഈ 38 എണ്ണത്തിൽ. അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഇൻ കേരള എന്നോ അല്ലെങ്കിൽ ഇന്ത്യ എന്നോ അടിച്ചു നോക്കിയാൽ എത്ര ഓർഗനൈസേഷൻസ് ഉണ്ടെന്നും അപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര് കയ്യിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല, എല്ലാം ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമ്മളിത് ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾ 92 ആണ് ഇത്, നമ്മൾ രജിസ്ട്രേഷൻ 92 ആണ്, നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിയമബോധവൽക്കരണം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു അവയർനെസ് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് വലിയ ഒരു പരിധിവരെ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകളെ സംബന്ധിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അത് ഓൺലൈൻ അതിൻ്റെ തട്ടിപ്പിനെ കുറിച്ച്, എങ്ങനെയാണ് തട്ടിപ്പ് എന്നുള്ളതിനെ കുറിച്ച് അത് ജനങ്ങളെ ബോധവാന്മാരാക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും. അവർ അതനുസരിച്ച് ഓൺലൈൻ പർച്ചേസ് നടത്തുള്ളൂ. ഓൺലൈനും ഇപ്പോൾ നമ്മുടെ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ, കൺസ്യൂമർ പരിധിയിൽ ഓൺലൈനും വരുന്നുണ്ട്, ഓൺലൈൻ ബിസിനസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിലായിട്ടാണ് പരാതി തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ കൺസ്യൂമർ കമ്മീഷനിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ കൺസ്യൂമർ കമ്മീഷനിൽ പരാതി നൽകുന്നത് ഓൺലൈനിലായിട്ടാണ്. ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കണമെന്നാണ്. നേരിട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തിപ്പോ. അതിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓൺലൈനിൽ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നതിന് സംഘടനകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിൽ കാണുന്നില്ല. കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും മാറ്റം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് കൺസ്യൂമർ ആക്ട് അനുസരിച്ച് കൺസ്യൂമർ സംഘടനകൾക്ക്, രജിസ്ട്രേഡ് കൺസ്യൂമർ സംഘടനകൾക്ക് വേറൊരു കൺസ്യൂമറിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പറ്റും. അവരെ പരാതി ഏറ്റെടുത്ത് അവിടെ കൊടുക്കാൻ പറ്റും, അതിന് പരിഹാരം നേടാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ അത് കൺസ്യൂമർ സംഘടനകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കാണുന്നില്ല.
ഇപ്പൊ സംഘടനകൾ കൊടുക്കണമെങ്കിൽ നേരിട്ട് അവിടെ എഴുതി കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ് വരുന്നത്. അത് നമ്മൾ അവര് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിന്റെ പോർട്ടൽ തയ്യാറാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്ക് തയ്യാറാക്കിയപ്പോൾ വന്ന അപാകതയായിരിക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിപ്പോൾ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഇത് വന്നിട്ട്. അത് പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ആക്ടിൽ നിയമത്തിലുള്ളതാണല്ലോ. അത് ഇല്ലാതാക്കാൻ ഒരു ഉപഭോക്തൃ കമ്മീഷൻ വിചാരിച്ചാൽ സാധിക്കില്ല, അല്ലെങ്കിൽ സർക്കാർ വിചാരിച്ചാലും സാധിക്കില്ല. നിയമം ഇല്ലാണ്ടാക്കാനായിട്ട് സർക്കാർ വിചാരിച്ചാൽ പറ്റില്ല, നിയമം നടപ്പാക്കേണ്ടി തന്നെ വരും. അപ്പൊ അതിനുള്ള ഒരു ഫൈറ്റ് ഞങ്ങൾ അതിനുള്ള പരാതിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെടേണ്ടതാണ്, നിങ്ങളും അതിനെ പറ്റി ശബ്ദിക്കേണ്ടതാണ്. പലപ്പോഴും ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പത്രപ്രവർത്തകരും പത്ര മേഖലയിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ഇതില്ല. ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പത്രത്തിൽ വരും. ആ വിധി വരുന്നതിന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും 1.5 വർഷം 2 വർഷം മുമ്പ് കൊടുത്ത കാര്യത്തെക്കുറിച്ചുള്ളൊരു വിധിയാണ് ഇപ്പോൾ വന്നത്. 90 ദിവസത്തിനുള്ളിൽ വിധി വരണമെന്നാണ്, തീർപ്പാക്കണമെന്നാണ് കൺസ്യൂമർ ആക്ടിൽ പറയുന്നത്. ആ നിയമം ഇതേവരെ നടപ്പാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞ നിയമം നടപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും അവിടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇവിടെ ഉള്ള മാധ്യമങ്ങളും ചോദിക്കുന്നില്ല, ജനങ്ങളും ചോദിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് അതിനെ പറ്റി വലിയ അവയർനെസ് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഉപഭോക്തൃ കമ്മീഷനുകളിലേക്ക് ആളുകൾ ആദ്യം പോകുന്നില്ല. പോയാൽ പെട്ടെന്ന് ഒരു കൺസ്യൂമറിന് വലിയ കാര്യമായ പരിഹാരം പെട്ടെന്ന് കിട്ടുന്ന അവർക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതുകൊണ്ട് അധികം ആളുകൾ ഇപ്പോൾ അങ്ങനെ കൺസ്യൂമർ കമ്മീഷനിൽ പോകുന്നില്ല. അവർ നേരിട്ട് ഇത്തരം സംഘടനകളെ സമീപിക്കുകയും പരസ്പരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ പരസ്പരം പലപ്പോഴും സംഘടന ഒരിക്കലും അങ്ങനെ കൺസ്യൂമർ കമ്മീഷനിൽ പോകാനായിട്ട് കൺസ്യൂമേഴ്സിനെ പ്രേരിപ്പിക്കാറില്ല. അല്ലാതെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്താറുള്ളത്. നമ്മൾ സാധാരണ ഏതെങ്കിലും ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ആൾക്കാരായിട്ട് അല്ലെങ്കിൽ സേവനദാതാക്കളായിട്ട് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു സംഘടന എന്ന നിലയ്ക്ക് നേരിട്ട് സംസാരിച്ചാൽ അവരുടനെ തന്നെ എഗ്രി ചെയ്ത് അത് പരിഹരിച്ചു കൊടുക്കും. സാധാരണ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് അങ്ങനെ പരിഹരിക്കാതെ കൺസ്യൂമർ കമ്മീഷനിൽ പോകേണ്ടി വന്നത്. ആ പോകേണ്ടി വന്നതൊക്കെ അവിടെ ഇപ്പോൾ വർഷങ്ങളെ ഇപ്പോൾ 2-3 കേസുകൾ പോയിട്ടുണ്ട്. അതൊരു 1.5 വർഷമായിട്ടും ഒരു പരിഹാരമില്ലാതെ ഇങ്ങനെ നീട്ടി പോകുകയാണ്. അത് വല്ലാത്തൊരു അപാകതയാണ്. ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് എന്ന ആ ഒരു ചൊല്ല് നിയമത്തിന്റെ വശത്തിൽ ചൊല്ലാണ്. പക്ഷെ അതിവിടെ ഉപഭോക്തൃ കമ്മീഷനുകൾ അംഗീകരിക്കുന്നില്ല, അത് പ്രാബല്യത്തിലാക്കുന്നു. ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഈ കമ്മീഷനുകളുടെ പ്രസിഡന്റ് ആണല്ലോ അവിടെ. ശരിക്കും പറഞ്ഞ ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞ തെറ്റാണ്. ഉപഭോക്തൃ കോടതിയല്ല, അതവിടെ ഒരു തർക്കപരിഹാര ഏജൻസിയാണ്. അവിടെ നിയമിക്കപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയവുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്, അവർ ഉന്നതന്മാരായിട്ട് ബന്ധമാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു പരാതി വന്നാൽ അവിടെ കുറെ കഴിയുന്നതും അത് നീട്ടി പോകും. അപ്പോൾ കുറെ കഴിയുമ്പോൾ കൺസ്യൂമർ പിൻവലിച്ചു പോകും. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെയാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കമ്മീഷനിലും നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അത് നമ്മൾ ശരിയായിട്ടൊരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് പെട്ടെന്ന് പരിഹാരം കാണാണ്ട് വരുമ്പോൾ കൺസ്യൂമർ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവർ പിൻവലിച്ചു പോകും. അപ്പോൾ പിന്നെ മറ്റൊരു ജയിച്ചു.